കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ അലംഭാവമെന്ന പരാതി തുടരുന്നു. മുതലപ്പുഴയിൽ സ്കൂബ ഡൈവിംഗ് സംഘം വൈകിയതിൽ പ്രതിഷേധമുയരുകയാണ്. സ്കൂബ ടീം മുതലപ്പുഴയിൽ തെരച്ചിൽ തുടങ്ങി. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട തിരച്ചിൽ ഇപ്പോഴും കാര്യമായി പുരോഗമിക്കുന്നില്ല. ഇതാണ് തീരദേശത്ത് വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നത്. വിഴിഞ്ഞത്തും പെരുമാതുറയിലും രണ്ടിടത്തും മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്താനുണ്ട്. വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ ഇത് പ്രതിഷേധമായത് മാറുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ മകൾ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നലെ അവിടെ മന്ത്രി ഷിബു ബേബി ജോൺ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഷിബു ബേബി ജോണിനോടും സമാനമായ പ്രതിഷേധമാണ് കുടുംബം അറിയിച്ചത്. മുഖ്യമന്ത്രി വിളിച്ച് നമ്മളെ ആശ്വസിപ്പിച്ചു, നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അദ്ദേഹത്തിന് ആശ്വാസത്തിലുപരി അപ്പം അദ്ദേഹം ഒരു 5 മണിയായപ്പോഴാണ് ഇന്ന് വിളിച്ചത്. അപ്പം ആശ്വാസത്തിലുപരി എനിക്ക് വേണ്ടിയിരുന്നത് ഒരു സൊല്യൂഷനാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാനാണ് ഉണ്ടായത്. കാരണം അറിയില്ല, പക്ഷെ ഫോൺ കട്ട് ചെയ്യാനാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതിൻ്റെ ബലത്തിൽ കുറേ വാഗ്ദാനങ്ങൾ അദ്ദേഹം ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ചോദ്യത്തിനുള്ള വാഗ്ദാനങ്ങളും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ലീവ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പക്ഷേ ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഉറപ്പായിട്ടും ഇതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. പെരുമാതുറയിൽ ഇന്നലെ മന്ത്രി CP ജോണാണ് സന്ദർശനം നടത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിരാവിലെ തെരച്ചിൽ 10 മത്സ്യത്തൊഴിലാളികളെ പരമ്പരാഗതമായി കടൽ ജോലി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ ആരംഭിക്കും. അതിരാവിലെ തെരച്ചിൽ ആരംഭിക്കും. സ്കൂബ സംഘം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്നലെ മന്ത്രി നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നൽകിയത്. പക്ഷേ ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് രാവിലെ 9 മണിവരെ ഉണ്ടായിരുന്നത്. അതിലും വലിയ പ്രതിഷേധം പെരുമാതുറയിൽ വീണ്ടും ഉണ്ടായി. ഞങ്ങളെ ചോദിച്ച സ്കൂബ ടീമിനെ ഇവര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവര് വിളിച്ച് ചോദിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവരിപ്പോ ഇന്ന് വന്നാലും അവർക്ക് ഇവിടെ കടലിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയെങ്കിലും അവർ ഇറങ്ങുമെന്നാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. അവർ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഇവർ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാരും വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ട തിരച്ചിലും തുടരുകയാണ്. അവിടെയും വലിയ അമർഷത്തിലാണ് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ കടലിൽ പോയി കാണാതെയാകുന്നവരുടെ എണ്ണം കൂടുമ്പോഴും കൃത്യമായി അവരെ തിരിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. രാഷ്ട്രീയവാദം ഇതിനകം മാറിക്കഴിഞ്ഞു. സർക്കാരിന്റെ വീഴ്ച ആരോപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ഈ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ്. ഇന്ന് ബിനോയ് വിശ്വം CP സംസ്ഥാന സെക്രട്ടറി പെരുമാതുറ ഭാഗത്ത് സന്ദർശനം നടത്തി. ഇന്നലെ MV ഗോവിന്ദനും ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയവാദമായി കൂടി വിഷയം മാറുകയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് ഈ മഴ മാറുമ്പോഴും അറുതിയില്ല.